യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് സിലബസും ഒക്കെ എടുത്ത് നോക്കുന്നത്. സിലബസിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കി. പിന്നെ നമ്മൾ ഇതിനുള്ള സപ്പോർട്ടിങ് സിസ്റ്റം എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കും. പഠനം ആരംഭിച്ച് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പരീക്ഷയ്ക്ക് പ്രത്യേക രീതിയിലുള്ളൊരു അപ്രോച്ച് വേണമെന്ന് മനസ്സിലാക്കുന്നത്. പരീക്ഷ എഴുതിയിട്ടുള്ളവരുടെ ഈ റീസെൻ്റായിട്ട് എഴുതിയിട്ടുള്ളവരുടെയൊക്കെ സ്ട്രാറ്റജി വീഡിയോസ്, സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ സ്ട്രാറ്റജി വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം എന്നെ സംബന്ധിച്ച് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രധാനമായിട്ടും ഈ പരീക്ഷയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ. അത് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. പിന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. അപ്പം നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന സ്ട്രാറ്റജീസിൽ നമുക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മളായിട്ട് തന്നെ ഡിവൈസ് ചെയ്തെടുക്കണം. ഇന്നയാളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നല്ല സർ, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോരുത്തരുടെക്കും ഓരോ സ്ട്രെങ്ത്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ എക്സാമിന് പലതരം സ്ട്രെങ്ത്സ് വേണമല്ലോ. അപ്പോൾ അത് ഫൈൻ ട്യൂൺ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സഹായിക്കും.